മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മേലാറ്റൂർ പുല്ലിക്കുത്ത് ജലാലിയ മൻസിലിലെ മജ്ലിസുന്നൂർ ജലാലിയ റാത്തീബ് സദസ് മഹല്ല് ഖത്തീബ് PK സുബൈർ അൻവരി ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം മേലാറ്റൂർ ഹൈസ്കൂൾ പടി മഹല്ല് പ്രസിഡന്റായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഉണ്ണി ഹാജിയുടെ അനുശോചനവും ചടങ്ങിൽ നടന്നു. OMS മുസ്തഫ പൂക്കോയ തങ്ങൾ, OMS ഹാരിസ് തങ്ങൾ മാഹിരി, PMS തങ്ങൾ അൻവരി, PK മഹമ്മൂദ് അൻവരി എന്നിവർ മജ്ലിസുന്നൂർ സദസ്സിന് നേതൃത്വം നൽകി. മാതൃസേവനത്തോടൊപ്പം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സഹജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഉണ്ണി ഹാജി എന്ന OMS തങ്ങൾ നിസാമി പറഞ്ഞു. മഹാനായ മുഹമ്മദ് ഉണ്ണി ഡോക്ടറെ സംബന്ധിച്ച് നമുക്ക് നന്മയല്ലാതെ എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലേക്ക് ഞാൻ മൈക്കൊന്നാണ് കൈമാറിയാൽ നേരം വെളുത്താലും തീരാത്ത രൂപത്തിലുള്ള അനുസ്മരണങ്ങളാണ് നിങ്ങളുടെ വചനങ്ങളിൽ വരിക. അതിനൊരു പ്രഭാഷകനാവണം എന്നില്ല, അതിനൊരു വായിലാവണം എന്നില്ല. ഓരോരുത്തർക്കും മൈക്കെന്ന് കൈമാറിയിട്ട് മുഹമ്മദ് ഡോക്ടറെ കുറിച്ച് നിങ്ങളൊന്ന് പറയും എന്ന് പറഞ്ഞാൽ വാദോരാതെ സംസാരിക്കാനുണ്ടാകും. അത്രത്തോളം നമ്മളുമായി, നമ്മുടെ കുടുംബവുമായി, നമ്മുടെ നാടുമായി വളരെ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന മറ്റൊരു നാട്ടുകാരനായിട്ട് പോലും ഇവിടെ വന്ന് സ്ഥിരതാമസമായി നമ്മുടെ മഹല്ലത്തിൽ എല്ലാ നിലക്കും നേതൃത്വം നൽകിയിരുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ ഹാജി മുഹമ്മദ് ഉണ്ണി ഡോക്ടർ. അവിടെ OMS ഇസ്മായിൽ ഇമ്പിച്ച് കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. OMS തങ്ങൾ നിസാമി സമാപന പ്രാർത്ഥന നിർവഹിച്ചു. OMS ഹാഷിം തങ്ങൾ ഹുദവി, മുഹമ്മദ് അലി, ഡോക്ടർ അജ്മൽ, അനസ്, KP ഹംസ, M ഉമ്മർ ഹാജി, KK ഹസൈനാർ മുസ്ലിയാർ, N ഇസ്മായിൽ മുസ്ലിയാർ, മുസ്തഫ പുളിയക്കോട് എന്നിവർ സംബന്ധിച്ചു. അപ്പോഴൊക്കെ നമ്മുടെ ഈ പുല്ലുകുത്ത്, നമ്മുടെ ഈ ജമാഅത്ത് പള്ളിയൊക്കെ വരുന്നതിൻ്റെ മുമ്പ് പുല്ലുകുത്ത് നിസ്കാര പള്ളി മറ്റൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കാരങ്ങൾ, ജമാഅത്ത്, അതുപോലെ തന്നെ ദീനി കാര്യങ്ങൾ അതിനൊക്കെ മുന്നിലുണ്ടായി. അദ്ദേഹം വിവാഹം പോലും ചെയ്യുന്നതിൻ്റെ മുമ്പാണല്ലോ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലൊക്കെ അന്നത്തെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾക്കൊക്കെ ആവേശമായി മുൻപന്തിയിലുണ്ടായിരുന്ന മഹൽ വ്യക്തിത്വം കൂടിയായിരുന്നല്ലോ ബഹുമാനപ്പെട്ടവർ. പിന്നെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഞാൻ പള്ളിയിൽ സേവനം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിലേക്ക് ആക്സിഡൻ്റൊക്കെ സംഭവിച്ച് അതിനുശേഷവും കുറേ നാളുകൾ അദ്ദേഹം പറ്റ ക്ഷീണിതനായി കൊണ്ട് വീട്ടിൽ വിശ്രമിക്കുന്ന അതുവരെ അദ്ദേഹം പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ, ജമാഅത്തുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ ആണല്ലോ അദ്ദേഹത്തിനേക്ക് പള്ളിയുമായിട്ട്, അള്ളാഹുവിൻ്റെ ഭവനമായിരിക്കുന്ന പള്ളിയുമായിട്ട് ബന്ധമുണ്ടാവുക എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.